റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ ഒപ്പം ചേരുകയാണ്. സാർ, മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ നാളെ രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ED. വീണയെ ചോദ്യം ചെയ്യുന്നതിനായി വിശദമായ ചോദ്യാവലി ED ഡയറക്ടറേറ്റ് തയ്യാറാക്കിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. CMRL എക്സാലോജിക് ഇടപാടിലൂടെ വീണയ്ക്ക് ലഭിച്ച 1.72 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതിന് വീണ മറുപടി പറയേണ്ടി വരുമല്ലോ. വീണയ്ക്ക് ശരിക്കും മറുപടി ഉണ്ടാകുമോ? ഇത്രയും നാളും ഇതിനൊരു വിശദീകരണം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ വീണയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ 27-ന് കേരള ഹൈക്കോടതിയിൽ CMRL കൊടുത്ത ഒരു കേസിൻ്റെ സ്റ്റേ ആ കോടതി വെക്കേറ്റ് ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ CMRL കേസ് വെക്കേറ്റ് ചെയ്ത ഉടൻ തന്നെ നടപടി ED ആരംഭിച്ചു. ED തിരുവനന്തപുരത്തെത്തി. മുൻ മുഖ്യമന്ത്രിയുടെ വാടക വീട്ടിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം താമസിച്ച വീണയെ ചോദ്യം ചെയ്തു. വീണയ്ക്ക് തൃപ്തികരമായ ഒരു ആൻസർ കൊടുക്കാൻ കഴിഞ്ഞില്ല. 1.72 കോടി രൂപ അവർ CMRL കൈപ്പറ്റിയിട്ടുണ്ട്. അത് എന്തിന് കൈപ്പറ്റി എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായ ചോദ്യം. അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ആ പണം തീർച്ചയായിട്ടും അത് മറ്റു വഴിക്കൂടെ പോയി. അത് അവരുടെ സ്വന്തം നിലയിലാണോ പോയത്, അതോ വേറെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ, പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും ED പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൈപ്പറ്റിയ പണത്തിൻ്റെ 2017 മുതൽ 2019 വരെ കൂടുതൽ പണം കൈപ്പറ്റിയ ആ ദിവസമാണ്. അതുവരെയുള്ള മുഴുവൻ ട്രാൻസാക്ഷൻ അവർ അതിൻ്റെ രേഖകൾ മുഴുവൻ ED എടുത്തു കഴിഞ്ഞു. കൂടാതെ SFIOയുടെ റിപ്പോർട്ട് കുറ്റച്ചാർജ് എറണാകുളം സ്പെഷ്യൽ കോർട്ടിൽ കൊടുത്തിരുന്നു. അതിൻ്റെ റെക്കോർഡുകൾ മുഴുവൻ വേണം ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എന്ന് പറഞ്ഞ് ED കൊടുത്ത അപേക്ഷ കോടതി പരിഗണിച്ച് ആ റെക്കോർഡുകൾ മുഴുവൻ കൊടുക്കാൻ ഓർഡർ ഇടുകയും അത് അവർ കൈപ്പറ്റുകയും ചെയ്തു കഴിഞ്ഞു. അപ്പം EDയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ റെക്കോർഡുകളെല്ലാം അവരെ കൈവശമെത്തി. അവരുടെ ഡയറക്ടർ ഡൽഹിയിൽ നിന്ന് വന്ന് 4 ദിവസം കൊച്ചി ക്യാമ്പ് ചെയ്ത് അത് മുഴുവൻ പരിശോധിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വളരെ പെട്ടെന്ന് നടത്താനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടാണ് പോയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഇതാദ്യമായാണ് വീണയെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. വീണയും കരിമണൽ കമ്പനിയും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ EDക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിട്ടതും. ഇതിന് പിന്നാലെയാണ് ED സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ED എന്തൊക്കെയോ ഉറപ്പിച്ച മട്ടിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വീണയുടെ അറസ്റ്റിന് സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ പോകും എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ വെള്ളിയാഴ്ച അവർ ഹാജരാകുന്നെങ്കിൽ അന്ന് വിശദമായി ചോദ്യം ചെയ്ത ശേഷം അത് പരിശോധിച്ച് വീണ്ടും ഒരിക്കൽ കൂടി അവരെ സമൺ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോഴേ അവരെ ചോദ്യം ചെയ്ത് വിടുന്നെങ്കിൽ ഇത്രാം തീയതി അവിടെ ഹാജരാകണമെന്നുള്ള നോട്ടീസ് ഒപ്പിടിച്ചിട്ട് മാത്രമേ വിടുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ പണം പോയത് തന്നെ മുഖ്യം. എങ്ങോട്ട് പോയി, അവർക്ക് കിട്ടിയ പണം ആരെ കൈ കൂടെ പോയി. അതിനകത്ത് മനസ്സിലാക്കുന്നത് കുറേ പണം വിദേശത്തേക്ക് പോയി എന്നുള്ളതാണ്. അങ്ങനെ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് EDയുടെ പരിധിയിൽ നിൽക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം. കാരണം വിദേശത്ത് പോയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ED അത് ഒന്നെങ്കിൽ CBIക്ക് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ NIAക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. സാർ, ഇവിടെ വീണയ്ക്ക് സമൻസ് ലഭിക്കുന്നു എന്നതല്ല ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമെന്ന് നമുക്കറിയാം. ഈ കേസ് പിണറായിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? ചെയ്യാത്ത സേവനത്തിനാണല്ലോ പണം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി ചെയ്ത സേവനത്തിനാണ് ഈ പണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇപ്പോൾ പിണറായി അന്വേഷണ റഡാറിൽ ഇല്ല എങ്കിൽ കൂടി ഭാവിയിൽ പിണറായിലേക്ക് കൂടി അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അത് കൈപ്പറ്റിയ പണത്തിന് കൃത്യമായ കണക്ക്
അത് എക്സാലോജിക്കിന് ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പണം എങ്ങോട്ട് പോയെന്നുള്ളത് തീർച്ചയായിട്ടും അവർ പറയേണ്ടി വരും. അത് പിണറായിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ പണം വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകളൊക്കെ അവർ പറയേണ്ടി വരും. എന്തിനാണ്, ആരാണ്, എന്ത് കാര്യത്തിനാണ് വിദേശത്തേക്ക് ഈ കിട്ടിയ പണത്തിൻ്റെ ചെറിയ ഭാഗമോ അല്ലെങ്കിൽ മുഴുവൻ ഭാഗമോ ഒഴുക്കിയത്, അത് നാട്ടിൽ ചിലവാക്കിയോ, ഇങ്ങനെയുള്ള വിശദീകരണ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞേ വെക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഈ കമ്പനീസ് ആക്ടിൻ്റെ പരിധിക്ക് അപ്പുറത്തോട്ട് ഇത് കമ്പനീസ് ആക്ട്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻറ്റും അതനുസരിച്ചുള്ള പണം കൊടുപ്പുമൊക്കെയാണ് കണ്ടത്. യാതൊരു സേവനമില്ലാതെ അവർ തുടർച്ചയായിട്ട് പണം വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനീസ് ആക്ട് 447 പ്രകാരം അത് കുറ്റകരമാണ്. അങ്ങനെയെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം കമ്പനീസ് ആക്ടിൻ്റെ പരിധി വിട്ടിട്ട് ഇഡിയിലേക്ക് നമ്മൾ SFIയുടെ പരിധി വിട്ട് ഇഡിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് മറ്റു രീതിയിലുള്ള വിദേശത്തേക്കുള്ള ഇടപാടുകളുണ്ട്, അത് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൻ്റെ മാനങ്ങൾ മാറും. അത് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ വീണയ്ക്ക് കുരുക്കാകുമെന്ന് പറയുമ്പോൾ തന്നെ രക്ഷാപ്രവർത്തന കേസിൽ പിണറായിയുടെ ഗൺമാന്മാർ മുൻകൂർ ജാമ്യത്തിൽ പോയത് നമ്മൾ കണ്ടതാണ്. പിണറായിയുടെ ഗൺമാന്മാർ കുടുങ്ങും എന്നൊക്കെ നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നതും നമ്മൾ തന്നെ പറയേണ്ടി വന്നത്. അതുപോലെയാകുമോ വീണയുടെ കേസും? വീണ ഊരിപ്പോകുമോ? സാധ്യത വളരെ കുറവാണ്. അതിനകത്ത് ഒത്തിരി ആരോപണങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വ്യാജേന യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടു. സാമാന്യ ബോധമുള്ള ആർക്കും അത് മനഃപൂർവ്വം അത് അവരെ തല്ലി തകർത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിന് കോടതി ജാമ്യം കൊടുത്തു. ആലപ്പുഴ ജില്ലാ കോടതി ജാമ്യം കൊടുത്തു. അതെന്തായാലും ഹൈക്കോടതി ഇപ്പം ചലഞ്ച് ചെയ്യും. ആ ജാമ്യം കൊടുത്തത് കോടതിയെ എല്ലാവർക്കും നേരത്തെ അറിയായിരുന്നു. ആ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും. കാരണം അവരുടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിൽ നിന്നുള്ള സൂചനയിൽ നിന്ന് മനസ്സിലായി ജാമ്യം കൊടുക്കും എന്ന്. നമുക്കൊക്കെ നേരത്തെ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. അതേപ്പറ്റി നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അതേപ്പറ്റി ഹൈക്കോടതിയിൽ തീർച്ചയായിട്ടും ആ ജാമ്യം കൊടുത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് ആ അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ട്. ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നീക്കം തന്നെയായിരിക്കും അവർ അത് കാര്യത്തിൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ കോപ്പറേറ്റീവ് ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് കാര്യങ്ങൾ പരിധി വിട്ട് അപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞു, ഇഡിയിൽ വരെ എത്തിക്കഴിഞ്ഞു. അതിനപ്പുറത്തോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനപ്പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിണറായി വിജയന് കുരുക്കാണെങ്കിൽ മാത്രമേ അപ്പുറത്തോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഇഡി തന്നെ ആ അന്വേഷണം നിൽക്കുന്നെങ്കിൽ ഇന്ത്യ വിട്ട് പണം പോയിട്ടില്ല എന്ന് കരുതേണ്ടി വരും. ഇന്ത്യ വിട്ട് പണം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷണം മാറും. അതിന് എക്സാലോജിക്ക് അത് എന്തിനാണ് ആ പണം ഇന്ത്യക്ക് വെളിയിൽ ഉപയോഗിച്ചത്, അത് തന്നെയല്ല ഇന്ത്യക്ക് വെളിയിൽ ദുബായിലോ അബുദാബിയിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ വീണ വിജയന് പല അക്കൗണ്ടുകളുണ്ട് എന്നിപ്പം വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലോട്ടൊക്കെ അന്വേഷണം നീങ്ങേണ്ടി വരുവാണെങ്കിൽ ഇഡിയിൽ നിന്ന് അന്വേഷണം മാറുമെന്നാണ് ഞാൻ പറയുന്നത്. അത് NIAയിലേക്കോ CBIയിലേക്കോ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇതുവരെ ഈ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, അവിടെ നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അതൊരു അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം കസ്റ്റംസ് വഴി സ്വർണം അവിടെ വിദേശത്തെ അവിടുത്തെ സ്ഥാനപതിയുടെ അക്കൗണ്ടിൽ കൂടെ വന്നതും അങ്ങനെ 21 തവണ അത് കടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ പണം എങ്ങോട്ട് പോയി, ആ പണം പോയ റൂട്ടുകളൊക്കെ അവർ അന്വേഷിച്ചിരുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആ എംബസി മുഖേന ഇദ്ദേഹത്തിൻ്റെ ചില മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുടെ ചില റെക്കോർഡുകൾ, ചില പാഴ്സലുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ അന്ന് വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടൊക്കെ അന്വേഷണം മാറിക്കഴിയുമ്പം ഇതിൻ്റെ തലങ്ങൾ മാറും. അതുകൊണ്ട് ഈ വീണ വിജയനെ ചോദ്യം ചെയ്ത ശേഷം അവർ കണ്ടെത്തിയ ആ SFIയുടെ റെക്കോർഡുകളും ഇതും, അതുപോലെ തന്നെ ആ കരിമണൽ കർത്തയുടെ മകൻ്റെ അക്കൗണ്ടിനകത്ത് വിദേശത്തേക്ക് ഫണ്ട് പോയതായിട്ടുണ്ട്. അത് ഇവരുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയിരിക്കുന്നതെന്നാണ് ഇഡി മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആ കാര്യങ്ങൾ കൂടെ ചേർത്തൊരു അന്വേഷണം വരുവാണെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടിലാവും മുൻ മുഖ്യമന്ത്രി.
കാരണം അദ്ദേഹത്തിലേക്ക് അന്വേഷണം മാറും. അപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, വീണയുടെ പിതാവ് കൂടിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ ED റെയ്ഡ് നടത്തിയപ്പോൾ പോലും CPM നടത്തിയ വാദങ്ങളുടെ മുന ഒടിഞ്ഞു ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ. കാരണം ഇപ്പോൾ CPM പറയുന്നത് വീണ തന്നെ കേസ് നോക്കിക്കോളും എന്നാണല്ലോ. അന്നതല്ലല്ലോ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരി. രാഷ്ട്രീയപരമായി അവർ ഇതുവരെ വീണ വിജയനെ സംരക്ഷിച്ചു പോന്നിരുന്നു. പക്ഷേ ആ സംരക്ഷണം പാർട്ടി നടത്തേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നിപ്പോൾ അവർ തുറന്നു പറഞ്ഞു. കാരണം വീണ വിജയൻ പാർട്ടിയുടെ അംഗമാണോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് മാത്രം നമുക്കറിയാം. അങ്ങനെ ആ CPM പാർട്ടിയിൽ ഒരു ഭാരവാഹിത്വം ഇല്ലാത്ത ഒരു മെമ്പർഷിപ്പ് പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കേണ്ട ആവശ്യം CPM-നുണ്ടോ എന്ന് പ്രസക്തമായ ചോദ്യം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ CPM കളം മാറി ചവിട്ടി അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് വരെ എത്തി. അങ്ങനെയെങ്കിൽ അവരെ ചോദ്യം ചെയ്ത ശേഷം വീണ്ടും പിണറായി വിജയന് നോട്ടീസ് കൊടുത്താൽ പാർട്ടി എന്ത് ചെയ്തു എന്ന് അറിയാനുള്ള ആകാംക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. സാർ, ഇവിടെ 2 കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടാണ് ഇതെന്നാണ് CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. പക്ഷേ വീണയ്ക്ക് ചെയ്യാത്ത സേവനത്തിന് ലഭിച്ച ആ പണം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ല. അപ്പോൾ പിണറായിലേക്ക് അന്വേഷണം വരുമെന്ന ഭയത്തിലായിരിക്കുമോ CPM വളരെയധികം ഈ EDയെ ഭയപ്പെടുന്നത്? തീർച്ചയായിട്ടും CMRL കൊടുത്ത പണം അത് എക്സാലോജിക്ക് കൃത്യമായിട്ട് അത് എങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് ചെലവഴിക്കുന്ന കമ്പനി ആവശ്യത്തിന് അങ്ങനെയുള്ള കാര്യത്തിന് ചെലവഴിച്ചെന്ന് കണ്ടെത്താനായിട്ട് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ പണം കൈപ്പറ്റിയവരെ ലിസ്റ്റ് തീർച്ചയായിട്ടും വരും, അക്കൗണ്ട് നമ്പറുകൾ വരും. അത് തന്നെയല്ലേ HDFC-യിൽ അവർക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നത്, എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട് അവിടെ മരവിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു ലോക്കറുണ്ട് ഇവർക്ക്, അത് പരിശോധിക്കും. ഏതായാലും പൊതുവെ ഇത് അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ CMRL-ന് കൊടുത്ത പണത്തിന് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അന്വേഷണം അവിടെ നിന്ന് മാറും. ആ പണം എങ്ങോട്ട് പോയി, ആരൊക്കെ കൈപ്പറ്റി, അവർക്ക് നോട്ടീസ് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ കൈപ്പറ്റിയത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ ആ പണം എങ്ങോട്ടും പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇവരെ ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തിനും നോട്ടീസ് ED കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഈ കേസിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? എല്ലാ നിയമ നടപടികളും മാറിയിട്ടുണ്ട്, വീണയെ ചോദ്യം ചെയ്യാനും പോകുന്നു. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ കേസിൻ്റെ ഒരു പോക്ക്? അവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് ആരൊക്കെ ഉപയോഗിച്ച് അവരിലേക്ക് അന്വേഷണം നീളും, അവർക്ക് നോട്ടീസ് കൊടുക്കും. അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോ അത് അവരുടെ ഭർത്താവായിരുന്ന ആ വ്യക്തിക്കോ പണം പോയിട്ടുണ്ടോ, അവർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും നോട്ടീസ് കൊടുക്കാനും മരുമകനും നോട്ടീസ് കൊടുക്കാനാണ് സാധ്യത. സാർ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇന്നത്തെ മന്ത്രിസഭയിലെ 2 നേതാക്കളും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ. അവരിലേക്ക് കൂടി അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ടോ? അവരിലേക്ക് അന്വേഷണം നീളുന്നതിന് തടസ്സമില്ല. കാരണം അത് EDക്ക് അന്വേഷിക്കാം. പക്ഷേ ആ പണം വ്യക്തികളുടെ അക്കൗണ്ടിലേക്കല്ല പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടുപേരും പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം പോയാൽ പ്രശ്നമില്ല. ഇവിടെ ഇപ്പം എക്സാലോജിക്കിൻ്റെ പണം പാർട്ടി ഫണ്ടിലേക്കാണ് പോയെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അത് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പാർട്ടിക്ക് നിയമപരമായി എല്ലാ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റാനുള്ള അവകാശമുണ്ട്. അവർക്ക് കൈപ്പറ്റാം. കൈപ്പറ്റി ഇത്ര കോടി രൂപ കൈപ്പറ്റി എന്നുള്ള അക്കൗണ്ട് മാത്രം കാണിച്ചാൽ മതി. അതിനകത്ത് വലിയൊരു ഒഫൻസ് ഇല്ല. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏത് കമ്പനിയിൽ നിന്ന് നിയമപരമായ പണം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ ഇവരുടെ കേസിനകത്ത് പണം എങ്ങോട്ട് പോയെന്ന് അറിയണം. അതാണ് ED ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് വെള്ളിയാഴ്ച ഇവർ ഹാജരാകുന്നെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി പണം എങ്ങോട്ട് പോയെന്നുള്ളതിൽ അവർ ഫിക്സ് ചെയ്യും. അതനുസരിച്ച് മറ്റുള്ളവർക്കും നോട്ടീസ് പോകും എന്നാണ് ഞാൻ കരുതുന്നത്.